ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്നത്, ഞാൻ ഈ കിതാബായിട്ടാണ് വന്നിരിക്കുന്നത്, ഇനി കുറെ കാലമല്ല കേൾക്കണം, ഒന്ന് കണ്ടാളി. ഫിഖുൽ മുയസ്സർ എന്ന് പറഞ്ഞ് വാഫിയിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഇതാണ്. ഈ ഗ്രന്ഥത്തിൽ പിന്നെ തറാവീഹിനെ കുറിച്ച് പറയുന്നുണ്ട്. തറാവീഹിനെ കുറിച്ച്, അതായത് അൽ മുഅക്കദു മിനൻ നവാഫിൽ എന്ന് പറയുന്ന ഭാഗത്ത്, സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് വിത്റും സ്വലാത്തുല്ലൈലും സ്വലാത്തു ദുഹയും ഒക്കെ പറഞ്ഞിട്ട് സ്വലാത്തു തറാവീഹ് പറയുന്നുണ്ട്. ഒരു വിരോധാഭാസമാക്കണം. തുടങ്ങണത് തന്നെ എങ്ങനെയെന്നറിയോ? വഹിയ ഇശ്റൂന റകഅത്തൻ, വഹിയ ഇശ്റൂന റകഅത്തൻ. കാണിക്കാൻ ചെല്ലേ, ഇനി വേണമെങ്കിൽ ഈ കോപ്പി കിട്ടും, ശേഷി ചെന്നാൽ കിട്ടും. 20 റകഅത്താണ് പറഞ്ഞത് തുടങ്ങണത് തന്നെ. എന്നിട്ട് നമ്മളത് 8 റകഅത്തുള്ള ഗ്രന്ഥം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 2012 മുതൽ നമ്മുടെ സിലബസിൽ ഇതുണ്ട്. അതിനു മുമ്പ് മത്നുൽ ഗായ ആയിരുന്നു. നമ്മൾ CIC-യുമായി ബന്ധപ്പെട്ട് 2004 ആധികാരികമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ CIC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ചില പരിപാടി ഉണ്ട്. പണ്ട് നിങ്ങൾ അയിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞു, വാഫി സിലബസിൽ ഫിഖുൽ മുയസ്സർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെയും വിരോധാഭാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്ന ഫിഖുൽ മുയസ്സർ ഉയർത്തിയിട്ട് കൃത്യമായി വിവരിക്കുന്നത് കണ്ടു. എന്നാൽ 1997-98 ബാച്ചിൽ പഠിച്ച 2007 വളാഞ്ചേരി മർക്കസിൽ വെച്ച് സനദ് വാങ്ങിയ CAC-യുടെ ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന അബ്ദുൽ ബർ വാഫി ഉൾപ്പെടെയുള്ള വാഫികൾ ഫിഖുൽ മുയസ്സർ വിവാദമായ അഹമ്മദ് ഈസ ആഷൂറിന്റെ ഫിഖുൽ മുയസ്സർ ഓതിയിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അവർ ആ കിതാബ് ഓതിയിട്ടുണ്ട്, ഓതിയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് നിഷേധിക്കാൻ വാഫികൾക്ക് ഒരു കാരണവശാലും സാധ്യമല്ല. പിന്നെ അതിനുശേഷം 2010 ഫിഖുൽ മുയസ്സർ ഓതിയിട്ടുണ്ട്. അത് CAC പ്രത്യേകം ഇറക്കിയതാണ്. അതിന്റെ മുഖദ്ദിമ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ കൃത്യമായി പറയുന്നുണ്ട് അഹമ്മദ് ഈസ ആഷൂറിന്റെ ഫിഖുൽ മുയസ്സറിന്റെ മുഖ്തസറാണ് ഈ ഗ്രന്ഥമെന്ന്. അതും അവർ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രിയപ്പെട്ട സഹോദരൻ ഉയർത്തി കാണിച്ച കിതാബ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാറ്റി നമുക്ക് പറ്റിയ ഒരു കിതാബാണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കിതാബ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്ന കിതാബിന്റെ ഇബാറത്ത് വായിച്ചത് എന്ന സത്യം നാം തിരിച്ചറിയണം. സമസ്ത നേതാക്കന്മാർ എവിടെയും ഫിഖുൽ മുയസ്സർ, ആ വിവാദമായ ഫിഖുൽ മുയസ്സർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ ഈ അടുത്ത ദിവസം പോലും വാഫി സഹോദരങ്ങൾ ഫേസ്ബുക്കിലൂടെ എഴുതിയത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സമസ്ത നേതാക്കന്മാർ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്തൊരു വിരോധാഭാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വായിക്കുന്നത് കണ്ടത്. അത് വെറും നുണ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പച്ച നുണകൾ നേരെ പറയും പോലെ അവതരിപ്പിച്ചപ്പോൾ നേരെ പറയാൻ സമസ്ത വാഫികൾ ഒരുങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. വർഷങ്ങളായി നമ്മുടെ ഇടയിൽ നിലനിന്നിരുന്ന സമസ്ത CAC പ്രശ്നം, CAC-യുടെ ഗമനം അത് സമസ്ത ഉദ്ദേശിക്കുന്ന വഴികളിലൂടെയല്ല, ഉപ്പ വിചാരിക്കുന്നത് പോലെയല്ല മകന്റെ സഞ്ചാരമെന്ന് തിരിച്ചറിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്, നീതിപൂർവമായി സമീപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടവരാണ് ഞങ്ങൾ. ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. വർഷങ്ങളായി സമസ്ത CAC വിഷയം ചർച്ച ചെയ്യപ്പെടുകയും സമസ്ത പറയുന്ന കാര്യങ്ങൾക്ക് CAC നേതൃത്വം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി സമസ്ത മുശാവറയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ, അതിന് വഴങ്ങാതെ അത് പല തീരുമാനങ്ങളിലേക്ക് മാറുകയും അവസാനം മധ്യസ്ഥർ വഴി ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴൊക്കെ സമസ്തക്ക് വേണ്ടി സമസ്ത തീരുമാനങ്ങളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന സമസ്ത നേതാക്കളെയും മുശാവറ അംഗങ്ങളെയൊക്കെ വളരെ മോശമായി സാമൂഹ്യ മധ്യത്തിൽ അവർ കാണിക്കുകയും പണ്ഡിതന്മാരോട് യോജിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തപ്പോൾ നമുക്ക് ഈമാൻ പകർന്നു തന്ന, ആത്മാവിനെ പോലെ നാം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ
ഉന്നതിയും അതിൻ്റെ നിലനിൽപ്പും അതിനുണ്ടായ പൊതുജനങ്ങളിലുള്ള വിശ്വാസവും അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരെ പറയുന്നത് പോലെ നുണകൾ പ്രചരിപ്പിച്ചത് ഇന്നലെയൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് കൃത്യമായ ഇതിൻ്റെ വിശദീകരണം ഇവിടെ ഉണ്ടാകും. അങ്ങനെ വളരെ മോശമായ രീതിയിൽ ആലിമീങ്ങളെ സമൂഹ മധ്യത്തിൽ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന വാഫികൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുകയും ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ആലോചിക്കുകയും ചെയ്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ എപ്പോഴും മോശമായി ചിത്രീകരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത വേദന ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ വിഷയം സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ വേണ്ടി സന്നദ്ധരായിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾ 8 വർഷം പഠിച്ച സംവിധാനം, ഞങ്ങൾ പഠിച്ച സ്ഥാപനം, അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. പക്ഷേ അതൊന്നും വകവെക്കാതെ ഇതിനെ എതിരെ ശബ്ദിക്കുന്നവരെ മോശമായി ചിത്രീകരിച്ച് വേദി കെട്ടി പച്ച നുണകൾ പറയുകയും സിമ്പതി നേടാൻ വേണ്ടി കണ്ണീരൊലിപ്പിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇടപെടൽ വളരെ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കുകയും അങ്ങനെ ഇടപെടൽ വളരെ അനിവാര്യമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വേദി ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നത് ലക്ഷ്യമേ അല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ജനസമൂഹത്തിന് കൈമാറുക എന്നതാണ്. സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ അതൊക്കെ സമസ്തക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഗുണദോഷിക്കുകയും അവരെ നേർവഴി നടത്തുകയും ചെയ്യുക എന്നതാണ് സമസ്ത ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് CAC വിഷയത്തിനും സമസ്ത ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ ആ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അത് ഒരു മുനാലറ പോലെ തർക്കത്തിന് വഴിയൊരുക്കി പറയുന്നത് കേൾക്കത്തിനപ്പുറം എന്താ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ച് മുശാവറയെ ചോദ്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായതുകൊണ്ടാണ് ഈ വിഷയം ഇത്രമേൽ വഷളായത്. അങ്ങനെ വഷളാകാൻ ഏറ്റവും കൂടുതൽ സാഹചര്യം ഒരുക്കിയത് വാഫി അലുമിനിയാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. സമൂഹത്തിന് മുന്നിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ ചർച്ച ചെയ്യപ്പെടും. അവർ പറഞ്ഞു വരുന്നത് പച്ച നുണകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞു വാഫി സിലബസിൽ ഫിഖുൽ മുയസ്സർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെയും വിരോധാഭാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്ന ഫിഖുൽ മുയസ്സർ ഉയർത്തിയിട്ട് കൃത്യമായി വിവരിക്കുന്നത് കണ്ടു. എന്നാൽ 1997-98 ബാച്ചിൽ പഠിച്ച 2007 വളാഞ്ചേരി മർക്കസിൽ വെച്ച് സനദ് വാങ്ങിയ CACയുടെ ഉന്നത സ്ഥാനങ്ങളെ അലങ്കരിക്കുന്ന അബ്ദുൽ ബർ വാഫി ഉൾപ്പെടെയുള്ള വാഫികൾ ഫിഖുൽ മുയസ്സർ വിവാദമായ അഹമ്മദ് ഈസ ആഷൂറിന്റെ ഫിഖുൽ മുയസ്സർ ഓതിയിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അവർ ആ കിതാബ് ഓതിയിട്ടുണ്ട്, ഓതിയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് നിഷേധിക്കാൻ വാഫികൾക്ക് ഒരു കാരണവശാലും സാധ്യമല്ല. പിന്നെ അതിനുശേഷം 2010 ഫിഖുൽ മുയസ്സർ ഓതിയിട്ടുണ്ട്. അത് CAC പ്രത്യേകം ഇറക്കിയതാണ്. അതിൻ്റെ മുഖദ്ദിമ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ കൃത്യമായി പറയുന്നുണ്ട് അഹമ്മദ് ഈസ ആഷൂറിൻ്റെ ഫിഖുൽ മുയസ്സറിൻ്റെ മുഖ്തസറാണ് ഈ ഗ്രന്ഥമെന്ന്. അതും അവർ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രിയപ്പെട്ട സഹോദരൻ ഉയർത്തി കാണിച്ച കിതാബ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാറ്റി നമുക്ക് പറ്റിയ ഒരു കിതാബാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കിതാബ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്ന കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചത് എന്ന സത്യം നാം തിരിച്ചറിയണം. സമസ്ത നേതാക്കന്മാർ എവിടെയും ഫിഖുൽ മുയസ്സർ, ആ വിവാദമായ ഫിഖുൽ മുയസ്സർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ ഈ അടുത്ത ദിവസം പോലും വാഫി സഹോദരങ്ങൾ ഫേസ്ബുക്കിലൂടെ എഴുതിയത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സമസ്ത നേതാക്കന്മാർ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്തൊരു വിരോധാഭാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വായിക്കുന്നത് കണ്ടത്. അത് വെറും നുണ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമസ്ത എന്ന ബഹുമാന്യരായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ കൂടെ നാം അടിയുറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഒരു സ്വാഗത ഭാഷണത്തിന് മുതിരുന്നില്ല. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. ഓരോ വിഷയങ്ങളും കൃത്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെടും. ഞങ്ങളിങ്ങനെ ആലോചിച്ചു, സമസ്ത ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പഠിച്ചവർ തന്നെ അനുഭവം പറയുമ്പോൾ അത് കുറച്ചുകൂടെ ബോധ്യപ്പെടുമല്ലോ
മാത്രമല്ല സമസ്ത ഈ ഒരു വിഷയം കൊണ്ടുവന്നപ്പോൾ മുഴുവൻ വാഫികളും CAC-യോടൊപ്പമാണ്, സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരില്ലേ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ സമസ്തയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ വാഫി കൂട്ടായ്മയോടൊപ്പമുണ്ട്. എന്നാൽ അവരൊന്നും രംഗത്ത് വരാത്തത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം തീരുമല്ലോ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരല്ലേ എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് അവരൊക്കെ ഇങ്ങനെ അടങ്ങി നിന്നത്. അവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരുന്നത്. ഒരുപാട് ആളുകളുണ്ട് സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ ഈ വിഖണ്ഡവാദങ്ങളെ തിരിച്ചറിഞ്ഞ വാഫികൾ, സമസ്തയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് തന്നെ നാം ഒക്കെ ആ സത്യം തിരിച്ചറിയുകയും സമസ്തയുടെ ആ ആശയാദർശങ്ങളും സമസ്തയുടെ തീരുമാനങ്ങളും തെറ്റിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.